നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മളിവിടെ പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റ് പ്രോജക്ട് ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയൽ എന്നൊക്കെ മലയാളത്തിൽ പറയാം അല്ലെ. അപ്പോൾ പ്രോജക്ട് ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രോജക്റ്റിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത് പ്രോജക്റ്റിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന ഈ ഒരു ഘട്ടം. അപ്പൊ ഇതിലൊരു പുതിയ പദ്ധതി ആരംഭിക്കേണ്ടതുണ്ടോ എന്ന് തിരിച്ചറിയുകയും അത് വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ യോജിച്ച പദ്ധതി ഏതാണെന്ന് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇത്. ഇനി അതിന്റെ സാധ്യതകൾ, പോസിബിലിറ്റീസിനെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്യും. അത്രയാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഈ ഒരു പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷന്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഒന്നാമത്തേത് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് ഏത് പ്രശ്നത്തിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്, അല്ലെങ്കിൽ ആ പരിഹാരം എന്ന രീതിയിൽ എന്തെല്ലാം പദ്ധതികളാണ് വരുന്നത് എന്നൊക്കെ വ്യക്തമാക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതുപോലെ ആവശ്യമായിട്ടുള്ള സംവേദനങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന വിവിധ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഇതിന്റെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. കൂടാതെ ഫലപ്രദമായിട്ടുള്ള പദ്ധതി തിരഞ്ഞെടുക്കണം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ തിരഞ്ഞെടുക്കണം. അത് ഏറ്റവും പ്രയോജനകരമായിരിക്കണം. അതുപോലെ അത് വർക്ക് ചെയ്യുന്നതുമായിരിക്കണം, അല്ലെ, ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പദ്ധതി ആയിരിക്കണം. ഏതെങ്കിലും ഒരു പദ്ധതി നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് കാര്യമില്ല. അത് ആ ഒരു സോഷ്യൽ സെറ്റപ്പിൽ അത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്യാനും കൂടി നമുക്ക് പറ്റണം. പ്ലാനിങ്ങിൽ മാത്രം നന്നായത് കൊണ്ട് കാര്യമില്ല, ആപ്ലിക്കബിൾ ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ ഒരു പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷന്റെ വിവിധ ഘട്ടങ്ങൾ. ഒന്നാമത്തേത് നീഡ് അസസ്മെന്റ് ആണ്. അതായത് ആവശ്യം മനസ്സിലാക്കണം. എന്താണ് ആ പ്രോജക്റ്റിന്റെ ആവശ്യം? ഇപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ആ ഒരു പ്രോജക്റ്റ് ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്നത്തെ ഒരു സൊസൈറ്റിയൽ നീഡ്സ് അവിടെ ഉണ്ടോ, പ്രോജക്റ്റ് നീഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി രണ്ടാമത്തേത് ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഒരു സാധ്യതാ പഠനം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതിന്റെ സാധ്യത പഠനത്തിൽ അതിന്റെ സാമ്പത്തിക ചെലവ് അല്ലെങ്കിൽ ലാഭം, നഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ അതിന്റെ സാങ്കേതിക സാധ്യതകൾ, ടെക്നിക്കൽ ഫീസിബിലിറ്റീസ്, പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ നമുക്ക് ഉണ്ടോ, അതിനെ ആ സാങ്കേതിക വിദ്യ നമുക്ക് ആപ്റ്റ് ആണോ, നമുക്ക് അഡാപ്റ്റബിൾ ആണോ എന്നൊക്കെ നോക്കുന്നതാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ വിലയിരുത്തുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദെൻ സോഷ്യൽ ഫീസിബിലിറ്റി, മറ്റേ നമ്മൾ സാങ്കേതികമായിട്ടുള്ള ഫീസിബിലിറ്റി സാധ്യതയാണ് തിരഞ്ഞത്. ഇനി സോഷ്യൽ ഫീസിബിലിറ്റി, ഇത് സൊസൈറ്റിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ്, പ്രയോജനപ്രദമാണ് എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു ഡിഫൈനിങ് ദ പ്രോജക്റ്റിന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുകയാണ്. ഈ പ്രോജക്റ്റിന്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം അതിനുവേണ്ടി നടപ്പിൽ വരുത്തേണ്ടതായിട്ട് ഉണ്ട്. ഇനി കൂടാതെ നമ്മൾ ഈ പ്രോജക്റ്റ് ആണെങ്കിലും അതിൽ ചില മുൻഗണനകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഏത് ആദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഏത് പ്രോബ്ലം ആണ് ഏറ്റവും പെട്ടെന്ന് അതിനൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് കൃത്യമായിട്ട് പിന്നെ എന്താ പറയാ, റാങ്കിങ് നടത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ ഇമ്പാക്ട് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും. കൂടാതെ ഇതിന് നെക്സ്റ്റ് സ്റ്റേജിൽ ഇതിനൊരു ഡ്രാഫ്റ്റ്, ഒരു കരട് രൂപം നമ്മൾ തയ്യാറാക്കണം. ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപരേഖ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഉദ്ദേശ ചെലവ്, പദ്ധതിയുടെ പ്രവർത്തന ധനം, സാമ്പത്തികം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, അതിന് വല്ല ഫണ്ടിങ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ വെക്കണം. ഇനി ഈ പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സ് അല്ലെങ്കിൽ ചില മാർഗങ്ങളാണ്. ഒന്നാമത്തേത് നമുക്കറിയാം, പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ പല സർവേകൾക്കും ഒക്കെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെ. സർവേകളും സ്റ്റഡീസും ഒക്കെയാണ് ഒന്നാമത്തേത്. അപ്പൊ അത് ഒരു സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് എന്നാണ് അതിനെ പറയുക. അതായത് പദ്ധതിയിൽ താല്പര്യമുള്ളവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരെയും പിടിച്ച് നമുക്ക് അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല. ഈ പദ്ധതിയിൽ താല്പര്യമുള്ള
ആളുകളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് എന്നാണ് അതിനെ പറയുക. ഇത് രണ്ട് SWOT അനാലിസിസ് ആണ്. പദ്ധതിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ ശക്തിയും ദൗർബല്യവും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇനി എന്താണ് ഈ പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന്? അപ്പൊ മികച്ച സംരംഭം കണ്ടെത്താനും അല്ലെങ്കിൽ എന്താണ് സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള ഒരു പ്രോജക്റ്റ് പ്രാപ്തമാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത് പിന്നെ സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഭാവിയിൽ ഒന്നിച്ച് നടത്തേണ്ട പദ്ധതികൾക്ക് ഒരു ദിശാബോധം നൽകാനും ഇത് സഹായിക്കും. ഇനി നമുക്ക് പ്രോജക്റ്റിന്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോജക്റ്റിന്റെ സ്കോപ്പ് എന്നത് ആ പ്രോജക്റ്റിന്റെ ഉദ്ദേശങ്ങള്, അതിന്റെ ഡെലിവറബിൾസ്, കൂടാതെ അതിന്റെ സമയക്രമം, അതിന്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഏകദേശമായിട്ടുള്ള ഒരു രൂപരേഖ അത് പ്രോജക്റ്റിന് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ. അതായത് അത് ആപ്ലിക്കബിൾ ആണോ, ആ ഒരു പ്രോജക്റ്റ് നടക്കുമോ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രോജക്റ്റ് നടത്താൻ കൊള്ളാമോ എന്ന് നോക്കുന്നതിനെയാണ് പ്രോജക്റ്റിന്റെ സ്കോപ്പ് എന്ന് പറയുക. അപ്പൊ ഈ സ്കോപ്പ് അതിന്റെ പരിമിതികൾ വ്യക്തമാക്കും അല്ലെ. എന്തെങ്കിലും നമുക്ക് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ സാമൂഹികമോ സാമ്പത്തികമോ അല്ലെങ്കിൽ സാങ്കേതികമോ ആയ കാരണം കൊണ്ട് പ്രോജക്റ്റ് പോസിബിൾ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. പ്രോജക്റ്റിന്റെ പരിമിതി വ്യക്തമാകും അല്ലെ. കൂടാതെ അതിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കും. സമയച്ചെലവ്, പണച്ചെലവ്, ഇതൊക്കെ നമുക്ക് എളുപ്പമാക്കും. അതുപോലെ തന്നെ ഈ ടീമിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഓരോരുത്തരും ഏതേത് പ്രവർത്തനങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സോഷ്യൽ സർവേ ഒക്കെ ആണെങ്കിൽ ആരൊക്കെ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള സർവേ നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതാണ് ഈ പ്രോജക്റ്റിന്റെ സ്കോപ്പിന്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് സ്കോപ്പ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായി വരുന്നത് എന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി പ്രോജക്റ്റിന്റെ ഒരു ദിശ തെറ്റാതിരിക്കാനൊക്കെ നമുക്ക് ആ പ്രോജക്റ്റിന്റെ സ്കോപ്പിനെ കുറിച്ചുള്ള പഠനം ഉപയോഗപ്പെടുന്നുണ്ട്. ഇനി പ്രോജക്റ്റ് സ്കോപ്പിലെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രോജക്റ്റിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. എന്താണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രോജക്റ്റിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട്, അതുപോലെ അതിന്റെ ഉദ്ദേശം, കൈവരിക്കാവുന്ന ഉദ്ദേശം, സ്പഷ്ടമായിട്ടുള്ള ഉദ്ദേശങ്ങൾ, അതിന്റെ ഗോള് എന്താണെന്നുള്ളത്, അതുപോലെ അതിന്റെ ഡെലിവറബിൾസ്, എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ കിട്ടേണ്ട ഔട്ട്കം, അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഇതിനൊരു പ്രവർത്തന പരിധി ഉണ്ടായിരിക്കും അല്ലെ. അതിന്റെ ഇൻക്ലൂഷൻസും എക്സ്ക്ലൂഷൻസും കാണില്ലേ. അപ്പൊ ആ പ്രവർത്തന പരിധി നിശ്ചയിക്കാനും ഒക്കെ ഇത് സാധിക്കും. ഇനി പ്രൊജക്ടിന്റെ പരിമിതികൾ എന്ന് പറഞ്ഞാല് അത് ഏതെല്ലാം ഒരു നിശ്ചിത സമയപരിധിക്ക് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ അത് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സോഷ്യൽ സർവേ ഒക്കെ ആവുമ്പോഴേ ഉദ്ദേശിച്ച തരത്തിലുള്ള റിസൾട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ എല്ലാ വിഷയങ്ങളും ഒരുപോലെയല്ല. വളരെ സെൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സെൻസിറ്റീവ് ഇഷ്യൂസിലൊക്കെ നമുക്ക് എല്ലായ്പ്പോഴും വിവരശേഖരണമൊക്കെ അസാധ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഉണ്ടോ ഇതൊക്കെ നോക്കുന്നു. ഇനി നമ്മൾ പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റി, സാധുതാ പഠനത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റി സ്റ്റഡി, അവസര പഠനം എന്ന് പറയാം, അതിനെക്കുറിച്ച് നോക്കാം. അപ്പൊ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുൻപ് അതിന്റെ പ്രാപ്യതയും വിജയവും ഒക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തണം. അതിനെയാണ് നമ്മൾ സാധുതാ പഠനം അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുന്നത് തന്നെയാണ് ഈ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫീസിബിലിറ്റി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നാമത്തേത് ഇക്കണോമിക് ഫീസിബിലിറ്റി ആണ്, സാമ്പത്തിക സാധുതയാണ്. നമുക്ക് എത്ര ചെലവ് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സോഷ്യലി ഉള്ള ഒരു സർവേ ആണെങ്കിൽ അത് എത്രത്തോളം കോസ്റ്റ് ആണ് അതിന് വരുന്നത് എന്നുള്ളത്. ഇനി ബഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം, നമ്മൾ ഇത്ര രൂപയാണ് ബഡ്ജറ്റ് വിലയിരുത്തിയിരിക്കുന്നത്, അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ, കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുക. ഇനി ടെക്നിക്കൽ ഫീസിബിലിറ്റി ആണ്, പ്രോജക്റ്റ് നടത്താൻ ആവശ്യമായ സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ടോ, നമ്മുടെ സാങ്കേതിക വിദ്യ അതിന് മതിയായതാണോ, ആപ്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി നമുക്ക് അതിനു വേണ്ട മാനവവിഭവ ശേഷി ഉണ്ടോ, ആളുകൾ അല്ലെ, ഇത് പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള മാൻ പവർ നമുക്കുണ്ടോ എന്ന് നോക്കുന്നു. ഇനി ലീഗൽ ഫീസിബിലിറ്റി ആണ്, നിയമപരമായിട്ടുള്ള സാധുതയാണ് മറ്റൊന്ന്. ലീഗലി അതിന് അലൗഡ് ആയിട്ടുള്ള വിഷയത്തിൽ തന്നെയാണോ പഠനം നടത്തേണ്ടത്. ചില കാര്യങ്ങൾ ഇപ്പൊ രാജ്യരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പഠനം നടത്താൻ പോകുന്നത് അത്ര ലീഗലായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ലീഗലായിട്ടുള്ള ആസ്പെക്ട്, അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലെ, നമുക്ക് ലീഗലി അലൗഡ് അല്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ അതിലൊന്നും പോയിട്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഒക്കെ
വേണ്ട ചില മേഖലകളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഓപ്പറേഷണൽ ഫീസിബിലിറ്റി നോക്കണം. ഇതിന്റെ പ്രവർത്തന സാധുത, ഇത് നല്ല പദ്ധതിയൊക്കെയാണ്, പക്ഷെ അത് നടപ്പിൽ വരുത്താൻ ഒക്കില്ല. അങ്ങനെയുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കില്ല. പിന്നെ ഒന്നാണ് സോഷ്യൽ ഫീസിബിലിറ്റി. പ്രൊജക്ട് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നോ എന്നുള്ളതാണ് സോഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഓപ്പർച്യൂണിറ്റി സ്റ്റഡി. ഏതൊരു പുതിയ കാര്യം, ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് വിപണിയിൽ ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെയാണ്. നമുക്കൊരു പുതിയ ഉൽപ്പന്നം വിപണിയിൽ കൊണ്ടുവരുമ്പോഴൊക്കെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫീസിബിലിറ്റി ഏറ്റവും അധികം നമ്മൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാരണം അത് അവിടെ ഇപ്പോ സമൂഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ചില പ്രോഡക്ട്സ്, ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാല് നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത്, കൊറോണ ആ ഒരു ടൈമില് ഏതാണ്ട് 1-2 വർഷക്കാലം ഈ മാസ്ക് വളരെയേറെ ചെലവേറിയ ഒരു സംഗതിയായിരുന്നു, മാസ്ക് നിർമ്മാണം അല്ലെ. അതുപോലെ തന്നെയാണ് എന്താ പറയുന്നത്, കയ്യില് വാഷ് ചെയ്യുന്ന സാനിറ്റൈസറുകൾ അല്ലെ, പലതരത്തിലുള്ള സാനിറ്റൈസറുകൾ. ഈ സാനിറ്റൈസറിലൊക്കെ ഒരുപാട് റിസർച്ച് നടന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സാനിറ്റൈസർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകള് റഫ് ആകുന്നു. അപ്പൊ അത് റഫ് ആവാതിരിക്കാൻ സാനിറ്റൈസറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിൽ കണ്ടന്റ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ആ കാലഘട്ടത്തിന്റെ ഒരു സാധ്യത ഒക്കെ പരിശോധിക്കേണ്ടതായിട്ട് വരും. അതാണ് ഫീസിബിലിറ്റി. ഇപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഫീസിബിലിറ്റി, അവസര സാധുതയുണ്ടോ, ഇപ്പൊ നടത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഒരു പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ, അതിന്റെ വിവിധ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.